സാക്ഷര കേരളത്തിൻ്റെ സാംസ്കാരിക നഗരി തൃശ്ശൂർ, പൂരങ്ങളുടെ പൂരം തൃശ്ശൂർ. ആ തൃശ്ശൂരിൻ്റെ നാട്ടിൽ നിന്ന് ഇതാ ഒരു അത്യുജ്വല ക്രിക്കറ്റ് മാമാങ്കം TSL തൃശ്ശൂർ സൂപ്പർ ലീഗ് സീസൺ 5 ആവേശ പോരാട്ടത്തിനിറങ്ങുന്നു. തൃശ്ശൂർ ടസ്കേഴ്സ് വേഴ്സസ് എഗോസ് അൽ മദീന. UAE ടെന്നീസ് ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും അത്യുജ്വല ടൂർണമെൻ്റ് എന്ന് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു തൃശ്ശൂർ സൂപ്പർ ലീഗ് സീസൺ 5. എത്ര പോരാട്ടങ്ങളാണ് കടന്നുപോയത്. അവസാന ബോൾ വരെ പോരാട്ടം നടത്തിയ ക്വാർട്ടർ ഫൈനലുകൾ, ടൈപ്പ് പിടിച്ച് സൂപ്പർ ഓവറിലേക്ക് കടന്ന ക്വാർട്ടർ ഫൈനലുകൾ, സൂപ്പർ ഓവർ വീണ്ടും സൂപ്പർ ഓവറിലേക്ക് മാറിയ മത്സരങ്ങൾ. തൃശ്ശൂർ സൂപ്പർ ലീഗ് സീസൺ 5. ഈ സംഘാടക സമിതിക്ക് അഭിമാനിക്കാം. ആവേശത്തിൻ്റെയും ആശ്ചര്യത്തിൻ്റെയും അനുഭൂതിയുടെയും ഒട്ടനവധി മുഹൂർത്തങ്ങൾ സമ്മാനിച്ചുകൊണ്ട് കടന്നുപോയ ഈ ഒരു ടൂർണമെൻ്റ് സംഘടിപ്പിച്ചതിന്. പുരങ്ങളുടെ പുരം മരങ്ങേറുന്ന തൃശ്ശൂർ പൂരത്തിൻ്റെ നാട്ടിൽ നിന്ന് ക്രിക്കറ്റിൻ്റെ 5ാം പൂരം കലാശക്കൊട്ടിനൊരുങ്ങുന്നു. എഗോസ് അൽ മദീന വേഴ്സസ് തൃശ്ശൂർ ടസ്കേഴ്സ്. തൃശ്ശൂർ സൂപ്പർ ലീഗ് സീസൺ 5 അവസാന അംഗത്തിനിറങ്ങുന്നു. തൃശ്ശൂർ ടസ്കേഴ്സ് വേഴ്സസ് എഗോസ് അൽ മദീന. 5ാം പൂരത്തിൽ അത്യുജ്വല പോരാട്ടങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഫൈനൽ പോരാട്ടത്തിന് യോഗ്യത നേടിയിരിക്കുന്നു എഗോസ് അൽ മദീന വേഴ്സസ് തൃശ്ശൂർ ടസ്കേഴ്സ്. ടോസ് നഷ്ടപ്പെട്ട ഫീൽഡിങ്ങിന് ഇറങ്ങുന്നു എഗോസ് അൽ മദീന. ടോസ് ലഭിച്ച തൃശ്ശൂർ ടസ്കേഴ്സ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നു. തൃശ്ശൂർ ടസ്കേഴ്സിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്നു ക്യാപ്റ്റൻ അഭിലാഷ് ആൻഡ് അബ്ബാസ്. ടസ്കേഴ്സിന് ഈ ഫൈനൽ മത്സരം വരെ എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഓപ്പണിംഗ് ജോഡി അഭിലാഷ് ആൻഡ് അബ്ബാസ്. ഫൈനൽ മത്സരത്തിൻ്റെ ആദ്യ ഓവർ ബൗൾ ചെയ്യാനെത്തുന്നു ക്യാപ്റ്റൻ കമൽ. സ്ട്രൈക്കിലുള്ളത് തൃശ്ശൂർ ടസ്കേഴ്സ് ക്യാപ്റ്റൻ അഭിലാഷ്. ക്യാപ്റ്റൻ വേഴ്സസ് ക്യാപ്റ്റൻ. ആദ്യ ബോൾ യോർക്കർ ബോൾ. സിംഗിൾ നേടിയെടുക്കുന്നു. സ്ട്രൈക്കിലെത്തുന്നു അബ്ബാസ്. ഒരു സ്ലോവർ ബോൾ. ബിഗ് ഷോട്ട്. യെസ്, ഗ്രൗണ്ടിനും പുറത്തേക്ക് പാസ്. അബ്ബാസ് ക്രീസിലെത്തിയപ്പോഴെല്ലാം അയാളുടെ ബാറ്റ് സിക്സറുകളുടെ കഥകളാണ് അധികം പറഞ്ഞിട്ടുള്ളത്. ഇവിടെയും അത് ആവർത്തിക്കുന്നു. നേരിട്ട 2ാം ബോൾ സിക്സറിലേക്ക് പറത്തിക്കൊണ്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടിന് തുടക്കമിടുന്നു. യെസ്, പന്ത് ബൗണ്ടറിയിലേക്ക്. അമ്പയർ സിഗ്നൽ ഫോർ. ബാക്ക് ടു ബാക്ക് ബൗണ്ടറികൾ പറത്തുന്നു. ഓ, കൃത്യമായൊരു ഫീൽഡിംഗ്. ഒരു സിംഗിൾ പൂർത്തിയാക്കുന്നു. സ്ട്രൈക്കിലെത്തുന്നു അഭിലാഷ്. ലക്കി മാൻ. ബാറ്റിൽ അടിച്ചെടുത്ത് സ്റ്റംപിലേക്ക് വന്നതാണ്. തൊട്ടുരുമിക്കൊണ്ട് കടന്നു പോകുന്നു ആ ബോൾ. ആദ്യ ഓവർ പിന്നിടുമ്പോൾ വിക്കറ്റ് നഷ്ടം കൂടാതെ 13. ബോൾ ചെയ്യാനെത്തുന്നു സജി. സ്ട്രൈക്കിൽ അഭിലാഷ്. 2ാം ഓവറിൻ്റെ ആദ്യ ബോൾ ബൗണ്ടറിയിലേക്ക്. ये 6 ഓവർ का मैच ആയേഗ മാറേഗ ജീതേഗ. പക്ഷേ സജിത്ത് സെമിഫൈനലിൽ അത്യുജ്വല ബൗളിംഗ് കാഴ്ചവെച്ച കളിക്കാരൻ തന്നെയാണ്. ശക്തമായ തിരിച്ചുവരവിന് പ്രാപ്തിയുള്ള പ്ലെയർ. ബഹിരാകാശവും കടന്നൊരു സിക്സ്. അഭിലാഷ് ഏക് മാർ ദോ തുകട. മുന്നിൽ നിന്ന് പട നയിക്കുന്നു കപിതാൻ അഭിലാഷ്. ഫീൽഡർ രാജേഷ്. യെസ്, ഒരു റിവഞ്ചിന്റെ വിക്കറ്റ്.
തെനിക്കുന്നേരെ സിക്സർ നേടിയ ബാറ്ററുടെ വിക്കറ്റ് തൊട്ടടുത്ത പന്തിൽ നേടിയെടുത്തുകൊണ്ട് സജി റിവാഞ്ച്, ദ റിയൽ റിവാഞ്ച്. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ നാഫിൽ. സജിത് ടു നാഫി. സെക്കൻഡ് ഓവറിൽ തന്നെ ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നു ടസ്കേഴ്സിന്. ബ്രില്യൻ. ഒരു സിംഗിൾ നേടി സ്ട്രൈക്ക് അബ്ബാസിലേക്ക് കൈമാറുന്നു. കൃത്യമായൊരു ഫീൽഡിംഗ്. അബി സിംഗിൾ മാത്രം. സ്ട്രൈക്കിൽ വീണ്ടും നാഫി. സജിത് വളരെ കൃത്യമായി തിരിച്ചു വരും. ആദ്യ 2 ബൗണ്ടറികൾ വഴങ്ങി പിന്നീട് വിക്കറ്റും നേടിയെടുത്തുകൊണ്ട് ഗുഡ് കം ബാക്ക്. ഒരു ക്യാച്ചിനുള്ള ശ്രമമുണ്ടായിരുന്നു. ഡോട്ട് ബോൾ. 2 ഓവർ പിന്നിടുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 25. ബോൾ ചെയ്യാനെത്തുന്നു അബു താഹിർ. സ്ട്രൈക്കിൽ അബ്ബാസ്. അബു ടു അബ്ബാസ്. അബു താഹിർ വേഗതയുടെ സുൽത്താനാണെങ്കിൽ വേഗതയാർന്ന പന്തുകളെ അതിവേഗതയിൽ സിക്സിലേക്ക് പറത്തുന്ന ബാറ്റർ. ഫീൽഡർക്കും അത് കൈകളിൽ ഒതുക്കാൻ സാധിക്കാതെ പോകുന്നു. കമലിന്റെ നല്ലൊരു ശ്രമമുണ്ടായിരുന്നു, പക്ഷേ പന്ത് ബൗണ്ടറിയിലേക്ക്. ഈ ഫൈനൽ മത്സരം നിയന്ത്രിക്കുന്നു സമീർ ആൻഡ് റമീസ്. എഗോസ് അൽമദീനെ സംബന്ധിച്ച് ഈ ഓവർ വളരെ നിർണായകം തന്നെയാണ്. കാരണം അബു താഹിർ എഗോസ് അൽമദീനയുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് ലീഡർ എന്ന് വിശേഷിപ്പിക്കാവുന്ന താരം. ഒരു സിംഗിൾ മാത്രം. സ്ട്രൈക്കിലെത്തുന്നു നാഫി. പക്ഷെ സ്ട്രൈക്കുള്ളത് നാഫിയാണ്. നാഫി കൃത്യമായൊരു ഫീൽഡിംഗ്. രാജേഷ് ഒരു സിംഗിൾ മാത്രം. അബു താഹിർ സെമി ഫൈനൽ മത്സരത്തിൽ 2 ഓവറുകളിൽ വെറും 10 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റുകളും നേടിയെടുത്ത ബൗളർ. അതുകൊണ്ട് തന്നെയാണ് ലീഡർ എന്ന വിശേഷണം അയാൾക്ക് ചാർത്തപ്പെടുന്നത്. പക്ഷേ ഇവിടെ ഇതാ അബ്ബാസിന്റെ കരുത്തുറ്റ ഷോട്ട്. വീണ്ടും ഫീൽഡറുടെ കൈകളിൽ തട്ടി സിക്സിലേക്ക്. സെമി ഫൈനൽ മത്സരത്തിൽ അത്യുജ്വല ഫീൽഡിംഗ് പ്രകടനം കാഴ്ചവെച്ച എഗോസ് അൽമദീന. പക്ഷേ ഫൈനലിൽ അത് മറന്നുപോകുന്നു. മൈഗ്രേഷൻ ലിങ്ക് സെമി ഫൈനലിൽ ആവർത്തിച്ച പിഴവുകൾ ഇവിടെ എഗോസ് അൽമദീന ആവർത്തിക്കുന്നു. കച്ചുകളുടെ വില വ്യക്തമായി അറിഞ്ഞ ടീമാണ് എഗോസ് അൽമദീന. ഇതിൻ്റെ പ്രാധാന്യം അവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതില്ല, പക്ഷേ കൈവിട്ടുപോകുന്നു. ഒരു പവർഫുൾ ഷോട്ട്, പക്ഷേ ഫീൽഡറുണ്ട്. ബ്രില്യൻ ബൗളിംഗ് അബു താഹിർ. പക്ഷേ അത് വളരെ കൃത്യമായി അതിൽ സിംഗിൾ നേടിയെടുക്കുന്നു. റെസ്പെക്റ്റ് കൊടുക്കേണ്ട ബോളുകൾ റെസ്പെക്റ്റ് കൊടുത്തു തന്നെ കളിക്കുന്നു. 3 ഓവർ പിന്നിടുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 40. ബൗൾ ചെയ്യാനെത്തുന്നു വൈസ് ക്യാപ്റ്റൻ രാജേഷ്. ഒരു ഫുൾ ടോസ് ബോൾ, പക്ഷേ ഫീൽഡറുണ്ട്. കൃത്യമായി അത് ഫീൽഡ് ചെയ്യുന്നു. ഇല്ലു ബൗളറുടെ കാലിൽ തട്ടി ബെയിൽ വീഴുന്നു. അമ്പയർ നോ ബോൾ കോൾ. സ്ട്രൈക്കിൽ അബ്ബാസ്. യെസ്, അബ്ബാസിന്റെ ബാറ്റിൽ നിന്ന് പറത്തിവിടുന്നു ഒരു അത്യുജ്വല സിക്സ്. ഇത് ലാൻഡ് ചെയ്യുന്നു ഗ്രൗണ്ടിനും പുറത്തേക്ക്. നേരത്തെ പറഞ്ഞതാണ്, ഗ്രൗണ്ടിലെത്തിയാൽ സിക്സറുകളുടെ കഥ പറയുന്ന ബാറ്ററാണ് അബ്ബാസ്. ഗുഡ് കം ബാക്ക് രാജേഷ്. കൃത്യമായൊരു ബോളിംഗ്. ഡോട്ട് ബോൾ. സ്ട്രൈക്കിൽ തുടരുന്നു അബ്ബാസ്. അബ്ബാസ് നേരിട്ടത് 11 പന്തുകൾ, നേടിയത് 30 റൺസ്. ഒരു ഓഫ് വൈഡിൽ വന്ന ഫുൾ ടോസ് ബോൾ, പക്ഷേ അതിൽ സിംഗിൾ മാത്രമാണ് നേടാനാകുന്നത്. ഒരു ഗുഡ് കം ബാക്ക് രാജേഷ്. നാഫിയുടെ ബാറ്റിൽ നിന്ന്, പക്ഷെ ഫീൽഡർ യെസ്, കൃത്യമായത് കൈകളിൽ ഒതുക്കുന്നു. അബു താഹിർ. രാജേഷിന്റെ ബൗളിങ്ങിൽ അബു താഹിർ കച്ചെടുത്തുകൊണ്ട് 2ാമത്തെ വിക്കറ്റ് നഷ്ടമാകുന്നു തൃശൂർ ടസ്കേഴ്സിന്. ഫീസിലെത്തുന്നു ന്യൂ ബാറ്റർ ലിൻസൺ. അതെ, നേരിടുന്ന പന്തുകൾ സിക്സറിലേക്ക് പറത്തുന്ന കരുത്തുറ്റ ബാറ്റർ രാജേഷ് ടു ലിൻസൺ. കൃത്യമായ ബോളിംഗ് രാജേഷ്.
എക്സ്പീരിയൻസ് ബൗളേഴ്സ് എന്ന് പറയുന്നത് ഇതുതന്നെയാണ്. ആദ്യ ബോളിൽ സിക്സർ വഴങ്ങി തുടങ്ങി പിന്നീട് ശക്തമായൊരു തിരിച്ചുവരെ ഒരു വിക്കറ്റും നേടിക്കൊണ്ട് ഓവറിൻ്റെ അവസാന ബോൾ സ്കോർ ബോർഡിൽ 3 ഓവറും 5 ബോളും പിന്നിടുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 50. പക്ഷേ ഗ്രൗണ്ടിൽ തന്നെയാണ് 2 റൺസിനുള്ള ശ്രമം. അത് 3 ആക്കാനും സാധ്യത കാണുന്നു. ബാക്കപ്പിന് ആളില്ലാതെ പോകുന്നു. അത് 3-4 ആക്കുന്നു. 4 റൺസ് ഓടിയെടുക്കുന്നു. 4 ഓവർ പിന്നിടുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 54. ഓരോ റണ്ണുകളും നിർണായകം തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഫീൽഡറുടെ പിഴവ് മുതലാക്കി 4 റൺസ് ഓടി പൂർത്തിയാക്കുന്നു ലിൻസൺ ആൻഡ് അബ്ബാസ്. ബൗൾ ചെയ്യാനെത്തുന്നു അബു താഹിർ. സ്ട്രൈക്കിൽ ലിൻസൺ. ഒരു ഫുൾ ടോസ് ബോൾ. അമ്പയർ കോൾ നോ ബോൾ. ഒരു എക്സ്ട്രാ റൺ കൂടെ ഒരു സിംഗിൾ ലഭിക്കുന്നു. ഡോട്ട് ബോൾ. അബ്ബാസ് വീണ്ടും സ്ട്രൈക്കിലെത്തിയപ്പോഴെല്ലാം അബ്ബാസിന്റെ ബാറ്റിന്റെ ചൂടറിയാതെ ഒരു ബൗളറും കടന്നു പോയിട്ടില്ല. 15 പന്തുകൾ നേരിട്ട് 41 റൺസ് നേടിയെടുക്കുന്നു. ഗുഡ് കംബാക്ക്. അബു താഹിർ ഫീൽഡ് ചെയ്യുന്നു. കമൽ കൃത്യമായൊരു ഫീൽഡിംഗ്. സിംഗിൾ മാത്രം. What a bowling! Excellent bowling. അത് സിംഗിൾ ഡബിൾ ആക്കി മാറ്റുന്നു. ഫീൽഡറുടെ ഒരു അലസത എന്ന് പറയേണ്ടിയിരിക്കുന്നു. വീണ്ടും സ്ട്രൈക്കിലെത്തുന്നു ലിൻസൺ. ഒരു സിംഗിൾ മാത്രം. 5 ഓവർ പൂർത്തിയാകുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 66. 5 ബോളിൽ 5 റൺസുമായി ബാറ്റിംഗ് തുടരുന്നു ലിൻസൺ. 16 പന്തിൽ 42 റൺസുമായി നോൺ സ്ട്രൈക്കിൽ അബ്ബാസ്. അവസാന ഓവർ എറിയാനെത്തുന്നു ഷിഹാബ്. ഗോൾഡൻ വിക്കറ്റ് നേടിയെടുക്കുന്നു ഷിഹാബിന്റെ ബൗളിംഗിൽ. ഷിഹാബ് ബോൾ ചെയ്യാനത്തെ ആദ്യ ബോൾ തന്നെ വിക്കറ്റ് നേടിയെടുക്കുന്നു. സെമി ഫൈനൽ മത്സരത്തിലും ഒരു അത്യുജ്വല ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ച ബൗളറാണ് ഷിഹാബ്. ഈ ഫൈനലിലും ഒരു വിക്കറ്റ് നേടിക്കൊണ്ട് തുടക്കമിടുന്നു. ഷിഹാബിന്റെ ബൗളിംഗിൽ വിക്കറ്റ് കീപ്പർ ബിഷർ ക്യാച്ച് എടുത്തുകൊണ്ട് ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ രാകേഷ്. നേരിട്ട് ആദ്യ ബോൾ. ഫീൽഡർ ഷിഹാബ് അത്ഭുതം സൃഷ്ടിക്കുന്നു ഈ ഫൈനൽ മത്സരത്തിൽ. അവസാന ഓവർ ബൗൾ ചെയ്യാനെത്തി 2 വിക്കറ്റുകൾ, ഒരു ഹാട്രിക് ചാൻസ് പിറക്കുന്നു. അബ്ബാസ് എന്ന അധികായ നോൺ സ്ട്രൈക്കിൽ ലോക്കായി പോകുന്നു ഈ ഫൈനൽ മത്സരം. തുടരെ വിക്കറ്റുകൾ വീഴുന്ന അതിദയനീയ കാഴ്ച നോക്കിക്കാണേണ്ടി വരുന്നു അബ്ബാസിന്. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ സുമേഷ്. ഇനി ശേഷിക്കുന്നത് 4 പന്തുകൾ. സെമി ഫൈനൽ മത്സരത്തിൽ ഷാഹിർ ഹാട്രിക് നേടിയെങ്കിൽ ഫൈനൽ മത്സരത്തിൽ ഹാട്രിക് നേടാനുള്ള അവസരം ഷിഹാബിന്. സ്ട്രൈക്കിൽ സുമേഷ്. കബളിപ്പിച്ച് കളയുന്നു. അമ്പയർ ഡിസിഷൻ ഔട്ട്. പക്ഷേ സ്ട്രൈക്ക് പിടിക്കുന്നു അബ്ബാസ്. ഇനി ശേഷിക്കുന്നത് 3 ബോളുകൾ. അവസാന ഓവറിൽ അത്ഭുതം സൃഷ്ടിക്കുന്നു വീണ്ടും ഒരു ഡോട്ട് ബോൾ. പക്ഷേ സ്ട്രൈക്ക് പിടിക്കാൻ വേണ്ടി സുമേഷിന്റെ വിക്കറ്റ് ബെല്ലി കൊടുക്കേണ്ടി വരുന്നു. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ ഇജാസ്. സ്ട്രൈക്കിൽ അബ്ബാസ്. ഈ ഫൈനൽ മത്സരത്തിന്റെ വിധി നിർണ്ണയിക്കുന്ന ഓവറായി മാറുമോ ഇത് നമുക്ക് കാത്തിരിക്കാൻ പറ്റുമായി. ബ്രില്യന്റ് ഡോട്ട് ബോൾ. ഒരു മെഡിൻ ഓവർ പിറക്കുമോ ഈ ഫൈനൽ മത്സരത്തിൽ? വിക്കറ്റുള്ള അവസരം. ഫീൽഡർക്ക് എത്താൻ സാധിക്കാതെ പോകുന്നു. 2 റൺസുള്ള ശ്രമം.
ബ്രില്യൻ ബൗളിംഗ് ഷിഹാബ്. അവസാന ഓവർ ബൗൾ ചെയ്യാനെത്തി. 5 പന്തുകൾ എറിഞ്ഞു പോകുമ്പോൾ 2 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. 2 വിക്കറ്റുകളും നേടിയെടുക്കുന്നു. ഒരു റൺഔട്ടും സംഭവിക്കുന്നു ഈ ഓവറിൽ. ഫൈനൽ മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സിന്റെ അവസാന ഓവറിന്റെ അവസാന ബോൾ. ഒരു ഫുൾ ടോസ് ബോൾ 6ലേക്ക്. ദ റിയൽ ഫിനിഷർ നേരിട്ടത് 18 പന്തുകൾ 50 നേടിയെടുക്കുന്നു ഈ ഫൈനൽ മത്സരത്തിൽ. അബ്ബാസ് വിജയലക്ഷ്യം 75. പക്ഷേ ഷിഹാബ് അവസാന ബോൾ ഒഴിച്ചാൽ വളരെ കൃത്യതയാർന്ന ബോളിംഗ് തന്നെയായിരുന്നു. അതും ഈ ഫൈനൽ മത്സരത്തിൽ 2 വിക്കറ്റുകളും നേടിയെടുത്തുകൊണ്ടുള്ള ഒരു അത്യുജ്വല പെർഫോമൻസ് ഷിഹാബ്. എഗോസ് അൽ മദീനക്ക് വിജയത്തിലേക്ക് വേണ്ടത് 75. തൃശൂർ സൂപ്പർ ലീഗിന്റെ 5ാമത് സീസൺ ദേശത്തിന്റെ ഫൈനൽ പോരാട്ടം. തൃശൂർ ടസ്കേഴ്സ് വേഴ്സസ് എഗോസ് അൽ മദീന. എഗോസ് അൽ മദീനയ്ക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുന്നു താഹിർ ആൻഡ് കമൽ. സ്ട്രൈക്കിൽ താഹിർ. ഈ ഫൈനൽ മത്സരം നിയന്ത്രിക്കുന്നു ലെഗ് അമ്പയർ മിസ്റ്റർ ഷബീർ, മെയിൻ അമ്പയർ മിസ്റ്റർ റമീസ്. ഫസ്റ്റ് ബോൾ താഹിർ. യെസ്, നേരിട്ട് ആദ്യ ബോൾ തന്നെ 6ലേക്ക് പറത്തുന്നു താഹിർ. ബൗളിംഗ് തുടരുന്നു ഇന്നസെന്റ്. പക്ഷേ ഫീൽഡർ യെസ്, വീണ്ടും ബാക്ക് ടു ബാക്ക് 6കൾ നേടിയെടുക്കുന്നു. ഫീൽഡർ ക്യാച്ച് എടുത്തതാണ്, പക്ഷേ ബൗണ്ടറിയിലായി പോകുന്നു. തേർഡ് ബോൾ. പന്ത് ബൗണ്ടറിയിലേക്ക്. ഫീൽഡർ ലിൻസൺ കൃത്യമായ ഫീൽഡിംഗ്. 2 റൺസ് ഓടി പൂർത്തിയാക്കുന്നു. 3 പന്തുകൾ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ 14 റൺസ് പിറക്കുന്നു. കൃത്യമായൊരു ഫീൽഡിംഗ്. സിംഗിൾ നേടിയെടുക്കുന്നു. സ്ട്രൈക്കിലെത്തുന്നു കമൽ. സെമി ഫൈനൽ മത്സരത്തിൽ അത്യുജ്വല ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച കളിക്കാരൻ ക്യാപ്റ്റൻ കമൽ. ഗുഡ് കംബാക്ക്. കൃത്യതയാർന്ന ബൗളിംഗ്. വീണ്ടും കൃത്യമായൊരു ഫീൽഡിംഗ്, കൃത്യമായ ബൗളിംഗ്. ഡോട്ട് ബോൾ. ആദ്യ 2 പന്തുകളിൽ 6 വഴങ്ങി തുടങ്ങിയ ഇന്നസെന്റിന്റെ ശക്തമായി തിരിച്ചു വരവെന്ന് പറയേണ്ടിയിരിക്കുന്നു. ആദ്യ ഓവർ പിന്നിടുമ്പോൾ വിക്കറ്റ് നഷ്ടം കൂടാതെ 15. ബൗൾ ചെയ്യാനെത്തുന്നു സുമേഷ്. സ്ട്രൈക്കിൽ താഹിർ. ഈ ടൂർണമെന്റിലെ തന്നെ മികച്ച ബൗളർമാരിൽ ഒരാളായ സുമേഷ്. സ്ട്രൈക്കിലുള്ളത് മികച്ച ബാറ്റർമാരിൽ ഒരാളായ താഹിർ. ഫീൽഡർ യെസ്, ഈ മത്സരത്തിന്റെ തന്നെ വിധി നിർണയിക്കുന്ന കച്ചെന്ന് പറയേണ്ടിയിരിക്കുന്നു. മികച്ച ബൗളറും മികച്ച ബാറ്ററും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ബൗണ്ടറി ലൈനിൽ കച്ചെടുത്തുകൊണ്ട് അത് വിക്കറ്റാക്കി മാറ്റുന്നു സുമേഷിന്റെ ബൗളിങ്ങിൽ. ബൗണ്ടറിയിൽ അബ്ബാസിന്റെ കൃത്യമായൊരു ഫീൽഡിങ്ങിലൂടെ ആദ്യ വിക്കറ്റ് നേടിയെടുക്കുന്നു തൃശൂർ ടസ്കേഴ്സ്. സുമേഷ് ബൗൾ ചെയ്യാൻ എത്തിയപ്പോഴെല്ലാം വിക്കറ്റുകൾ നേടിയെടുത്ത ബൗളർ ഫൈനൽ മത്സരത്തിലും ആവർത്തിക്കുന്നു. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ അബി. ഡോട്ട് ബോൾ. ഫീൽഡർ സിംഗിൾ നേടിയെടുക്കുന്നു. സ്ട്രൈക്കിലെത്തുന്നു കമൽ. ബ്രില്യൻ ചേഞ്ചർ ബോൾ. കട്ട് ഷോട്ട്. കമൽ ബോളിന് അവസാനം വരെ വാച്ച് ചെയ്തുകൊണ്ട് അതിമനോഹരമായി അത് ബൗണ്ടറിയിലേക്ക് തൊടുത്ത് വിടുമ്പോൾ ബാറ്റിംഗ് കരുത്തു തന്നെയാണ് അത് വെളിവാക്കുന്നത്. ഡോട്ട് ബോൾ. ഗുഡ് കംബാക്ക്.
2 ഓവർ പിന്നിടുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 20. സുമേഷ് ബൗൾ ചെയ്യാനെത്തി വെറും 5 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. ഒരു നിർണായക വിക്കറ്റും നേടിയെടുക്കുന്നു. ഈ ടൂർണമെന്റിലുടനീളം അത്യുജ്വല ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ച സുമേഷ് ഈ ഫൈനലിലും ആ പ്രകടനം ആവർത്തിക്കുന്നു. ബൗൾ ചെയ്യാനെത്തുന്നു ലിൻസൺ, സ്ട്രൈക്കിൽ അഭി. What a fielding, അബ്ബാസ്. ലോങ് ഓണിൽ കൃത്യമായ ഫീൽഡിംഗ്. ബൗൺസ് ചെയ്ത് ബൗണ്ടറിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടായിരുന്ന ബോൾ കൃത്യമായ ഫീൽഡിങ്ങിലൂടെ സേവ് ചെയ്യുന്നു. ഒരു സിംഗിൾ മാത്രം. സ്ട്രൈക്കിൽ ക്യാപ്റ്റൻ കമൽ. എല്ലാ ഉത്തരവാദിത്തങ്ങളും ക്യാപ്റ്റന്റെ ചുമലിലേക്ക്. യെസ്, കമൽ ആ ക്യാപ്റ്റന്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്നു. 6 നേടിക്കൊണ്ട് ലിൻസൺ ടു കമൽ. Again. പക്ഷേ ഫീൽഡർ, what a fielding, what a catch. നാഫി ബൗണ്ടറിയിൽ നിന്ന് ഓടിയെത്തിയ ആദ്യ ശ്രമത്തിൽ പന്ത് കൈകളിൽ തട്ടി പുറത്തേക്ക് പോയതാണ്. 2ാം ശ്രമത്തിൽ അത് കൈകളിൽ ഒതുക്കുമ്പോൾ ഒരു മത്സരം തന്നെയാണ് പിടിക്കുന്നത്. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ വൈസ് ക്യാപ്റ്റൻ രാജേഷ് അബി കൂട്ടുകെട്ട. ഒരു പാർട്ട്ണർഷിപ്പ് അനിവാര്യമായിരിക്കുന്നു എങ്കിൽ മാത്രമാണ് ഈ ഫൈനലിൽ ഒരു പോരാട്ടം തുടരാൻ കോസൽമദീനക്ക് സാധ്യമാകുക. സെമി ഫൈനലിൽ അവസാന ഓവറിൽ 4 സിക്സറുകൾ പറത്തിക്കൊണ്ട് ടീമിനെ നല്ല സ്കോറിലേക്ക് നയിച്ച ബാറ്റർ രാജേഷ് ക്രീസിലെത്തുമ്പോൾ പ്രതീക്ഷ അവോളമുണ്ട് കോസൽമദീനക്ക്. യാസ്, നേരത്തെ പറഞ്ഞതാണ്. രാജേഷ് എന്ന അധികായൻ ക്രീസിലെത്തുമ്പോൾ ഭയക്കണം. നേരിട്ട് ആദ്യ പന്ത് തന്നെ സിക്സറിലേക്ക് പറത്തുന്നു രാജേഷ്. വീണ്ടും ഒരു ബിഗ് ഷോട്ടുള്ള ശ്രമം. ഫീൽഡർ യെസ്, ലിൻസൺ. അപ്രതീക്ഷിതമായി 6 വഴങ്ങിയെങ്കിലും നിർണായകമായ 2 വിക്കറ്റുകൾ. ക്യാപ്റ്റനെയും വൈസ് ക്യാപ്റ്റനെയും ലിൻസന്റെ ബൗളിംഗിൽ 2 കച്ചുകളും നാഫിയുടെ കൈകളിൽ ഭദ്രമാകുന്നു. 3ാമത്തെ വിക്കറ്റും നഷ്ടമാകുന്നു കോസൽമദീനക്ക്. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ അബു താഹിർ. തൃശൂർ സൂപ്പർ ലീഗ് സീസൺ 5. ഇനി ശേഷിക്കുന്നത് 18 പന്തുകൾ. വേണ്ടത് 39 റൺസ് മാത്രം. ആവേശത്തിൻ്റെ മറ്റൊരു ഫൈനൽ കൂടി വോയിസ് ഓഫ് മുജീബിൽ. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബോൾ ചെയ്യാനെത്തുന്നു സുമേഷ്, സ്ട്രൈക്കിൽ അബി. സുമേഷ് കഴിഞ്ഞ ഓവറിൽ 5 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 1 വിക്കറ്റും നേടിയ ബൗളർ. ഈ ടൂർണമെൻറ്റിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച ബൗളർ. പക്ഷേ സ്ട്രൈക്കിലുള്ളത് അബി എന്ന അധികായനാണ്. യെസ്, ഒരു ബിഗ് ഷോട്ട്. ഫീൽഡർ അർഹമായ 6 തടുക്കാൻ നാഫിയുടെ സേവിനും സാധിക്കുന്നില്ല. അബിയുടെ ബാറ്റിൽ നിന്ന് ഒരു അത്യുജ്വല 6 പിറക്കുന്നു. കൃത്യമായൊരു ഫീൽഡിംഗ്. സിംഗിൾ നേടിയെടുക്കുന്നു. സ്ട്രൈക്കിലെത്തുന്നു അബു താഹിർ. തൃശൂർ ടസ്കേഴ്സ് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് ലീഡർ സുമേഷിനെ തന്നെയാണ് അബി എന്ന അധികായൻ 6 പറത്തിയത്. 2 പന്തുകൾ എറിഞ്ഞു പോകുമ്പോൾ സുമേഷ് 7 റൺസ് വഴങ്ങുന്നു. ശേഷിക്കുന്നത് 4 പന്തുകൾ. ക്ലീൻ ബൗൾഡ്. യെസ്, ഒരു സ്ലോവർ ബോളിൽ വീണ്ടും വിക്കറ്റ് നേടിയെടുക്കുന്നു. ഏത് സമയത്തും തിരിച്ചു വരാൻ കഴിവും പ്രാപ്തിയുമുള്ള ബൗളർ സുമേഷ്. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ സജിത്. ഓരോ ബോളിലും ജയപരാജയങ്ങൾ മാറിമറിയുന്ന ആവേശത്തിൻ്റെ മറ്റൊരു ഫൈനൽ. തൃശൂർ സൂപ്പർ ലീഗ് സീസൺ 5. ലെഗ് അമ്പയർ മിസ്റ്റർ ഷബീർ, മെയിൻ അമ്പയർ മിസ്റ്റർ റമീസ്. ബോളിംഗ് തുടരുന്നു സുമേഷ്. സജിത് ക്രീസിലെത്തി നേരിടുന്ന ആദ്യ ബോൾ. ശേഷിക്കുന്നത് 15 പന്തുകൾ. വേണ്ടത് 32 റൺസ്. ബ്രില്യൻറ്റ്. കൃത്യമായൊരു ഫീൽഡിംഗ്. ഒരു സിംഗിൾ മാത്രം. ആ ബോൾ കളക്ട് ചെയ്യുന്നതിൽ ഒരു പിഴവ് സംഭവിക്കുന്നത് 2 റൺസ് ആക്കുന്നു. 2-3 ആക്കുന്നു. സ്ട്രൈക്കിൽ അബി.
ഫിൽറ്റർ. വിക്കറ്റ് കീപ്പർ അക്കു അത് കൃത്യമായി കൈകൾ ഒതുക്കുന്നു. ബൗൺസ് ചെയ്ത് പുറത്തേക്ക് പോകേണ്ടിയിരുന്ന ബോൾ. ഒരു സിംഗിൾ മാത്രം. സ്ട്രൈക്കിൽ സജി. 13 പന്തുകൾ, വേണ്ടത് 27. യെസ്, വീണ്ടും സുമേഷ് എതിരാളികളില്ലാതെ മുന്നേറുന്നു വിക്കറ്റ് വേട്ടയിൽ ഈ തൃശൂർ സൂപ്പർ ലീഗ് സീസൺ 5. 2 ഓവർ ബൗൾ ചെയ്ത ഫൈനൽ മത്സരത്തിൽ 3 വിക്കറ്റുകൾ നേടിയെടുക്കുന്നു. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ ഇല്ലു. സ്ട്രൈക്കിൽ അബി. ബൗൾ ചെയ്യാനെത്തുന്നു രാകേഷ്. 12 പന്തുകൾ, വേണ്ടത് 27. ആരു നേടും ഈ 5ാം പൂരത്തിൻ്റെ ആ സുവർണ കിരീടം? തൃശൂർ ടസ്കേഴ്സ് വേഴ്സസ് എക്കോസ് അൽ മദീന. യെസ്, വിക്കറ്റിന് പിന്നിൽ അക്കു catch അബി പുറത്തേക്ക്. രാകേഷിന്റെ ബൗളിങ്ങിൽ കൃത്യമായ ഒരു വിക്കറ്റ് കീപ്പിംഗ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എത്ര ക്യാച്ചുകളാണ് അക്കുവിന്റെ കൈകളിൽ ഭദ്രമായത്. ഒരു ഒത്തിണക്കത്തിന്റെ ടീം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ടീം വർക്കിന്റെ വിജയങ്ങളാണ് ഇവരെ ഫൈനൽ വരെ എത്തിച്ചത്. അത് ഫൈനലിലും ആവർത്തിക്കുന്നു. പക്ഷേ മത്സരം അവസാനിച്ചിട്ടില്ല. ഇനി 11 പന്തുകൾ, വേണ്ടത് 27. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ ബിഷർ. ഓരോ ബോളിലും ജയപരാജയങ്ങൾ മാറിമറിയുന്നു. ആവേശത്തിൻ്റെതാകുന്നു ഈ ഫൈനൽ. ഡോട്ട് ബോൾ. രാകേഷിന്റെ കൃത്യമായ ബൗളിംഗ്. വീണ്ടും യെസ്, അക്കു. രാകേഷിന്റെ ബൗളിങ്ങിൽ 2ാമത്തെ വിക്കറ്റും ഈ ഓവറിൽ നേടിയെടുക്കുന്നു. 48 റൺസ് എന്ന സ്കോർ ബോർഡ് അവിടെ നിന്ന് ചലിപ്പിക്കാൻ എക്കോസ് അൽ മദീനെ അനുവദിക്കുന്നില്ല തൃശൂർ ടസ്കേഴ്സ്. 7 വിക്കറ്റ് നഷ്ടത്തിൽ 48. ഇനി ശേഷിക്കുന്നത് 9 ബോളുകൾ. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ ഷാഹിൻ ഷാ. 9 പന്തുകൾ, വേണ്ടത് 27. ഒരു സിക്സർ നേടാനായാൽ വീണ്ടും കളിയിലേക്ക് തിരിച്ചു വരാൻ ഇനിയും അവസരം ബാക്കി എക്കോസ് അൽ മദീനക്ക്. ഷാഹിൻ ഷാ. ഡോട്ട് ബോൾ. എക്കോസ് അൽ മദീനക്ക് അവസാന ഓവർ ബൗൾ ചെയ്യാനെത്തി ഷിഹാബ് അത്ഭുതം സൃഷ്ടിച്ചെങ്കിൽ അതിനും മുകളിൽ സൃഷ്ടിക്കുന്നു മറ്റൊരു അത്ഭുതം രാകേഷ്. 4 പന്തുകൾ എറിഞ്ഞു പോകുമ്പോൾ 2 വിക്കറ്റുകൾ നേടിയെടുക്കുന്നു. ഒറ്റ റൺസ് പോലും അനുവദിച്ചിട്ടില്ല. 8 പന്തുകൾ, വേണ്ടത് 27. ശേഷിക്കുന്നത് 3 വിക്കറ്റുകൾ. ഫീൽഡർ. യെസ്, കവറിൽ മനോഹരമായൊരു ബൗണ്ടറി നേടുന്നു ഷഹിൻ ഷാ. തീർച്ചയായും ടീമിനെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ഒരു ബൗണ്ടറി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഓവറിൻ്റെ അവസാന ബോൾ, വേണ്ടത് 23. 7 പന്തുകൾ. ഓംബെയർ കോൾ വൈഡ്. 7 പന്ത്, വേണ്ടത് 22. അനിശ്ചിതത്തിൻ്റെയും ആവേശത്തിൻ്റെയും ക്വാർട്ടർ ഫൈനലുകളും സെമി ഫൈനലുകളും കടന്നുപോയ ടൂർണമെന്റിൽ വീണ്ടും ഇതാ ഫൈനലും അത്തരത്തിലേക്ക് എത്താൻ പോകുന്നു. അമ്പയർ കോൾ നോ ബോൾ. അമ്പയറുടെ നോ ബോൾ കോളിനെതിരെ ശക്തമായ പ്രതിഷേധം. ഒരു റിവ്യൂ ആവശ്യപ്പെടുന്നു. നോ ബോളിന് വേണ്ടിയുള്ള റിവ്യൂ സിസ്റ്റം അവൈലബിൾ ആണോ എന്നത് കത്തിരിക്കേണ്ടതുണ്ട്. ഒരു എക്സ്ട്രാ റൺ വീണ്ടും. അനിശ്ചിതത്വം, ആവേശം, സമ്മർദ്ദം എല്ലാം ഒത്തിണങ്ങിയ ഒരു അത്യുജ്വല ഫൈനൽ. തൃശൂർ സൂപ്പർ ലീഗ് സീസൺ 5. കൃത്യമായൊരു ബൗളിംഗ്. ഫീൽഡർ. മിസ്സായി പോകുന്നു. പക്ഷേ വിക്കറ്റ് കീപ്പർ അക്കു. യെസ്, അമ്പയർ കോൾ ഔട്ട്.
അക്കു എന്ന വിശ്വസ്തനായ കീപ്പർ വിക്കറ്റിന് പിന്നിൽ നിലയുറപ്പിക്കുമ്പോൾ 2 റൺസ് ഓടിയെടുക്കുക എന്നത് പ്രയാസകരം തന്നെയാണ്. ലിൻസന്റെ ത്രോ വളരെ കൃത്യമായത് കളക്ട് ചെയ്തുകൊണ്ട് ആ നിർണായക സമയത്ത് റൺഔട്ട് നേടിയെടുക്കുന്നു വിക്കറ്റ് കീപ്പർ റക്കു. അവസാന ഓവർ, വേണ്ടത് 21. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ റിയാസ്. സ്ട്രൈക്കിൽ ഇല്ലു വന്ന അധികായനെ നിർത്തി അവസാന ഓവർ ബോൾ ചെയ്യാനെത്തുന്നത് ആര്? വേണ്ടത് 21. ആദ്യ ബോൾ മുതൽ 6 നേടിക്കഴിഞ്ഞാൽ തീർച്ചയായും സമ്മർദ്ദത്തിലേക്ക് തൃശൂർ ടസ്കേഴ്സ് വീണ്ടുപോകുമെന്നതിൽ സംശയമില്ല. പക്ഷേ അവസാന ഓവർ ബോൾ ചെയ്യാനെത്തുന്നത് രാംദാസ് എന്ന ബ്രില്യൻ ബൗളറാണ്. കത്തിരിക്കാൻ നമുക്ക് ഫൈനൽ മത്സരത്തിൻ്റെ അവസാന ഓവർ. ആവേശ പോരാട്ടം. വേണ്ടത് 21. ശേഷിക്കുന്നത് 6 പന്തുകൾ. ബ്രില്യൻ ഡോട്ട് ബോൾ. സ്ട്രൈറ്റിലേക്ക് ഫീൽഡർ 2 റൺസ് നേടിയെടുക്കുന്നു. സ്ട്രൈക്കിലെത്തുന്നു വീണ്ടും ഇല്ലു. ആവേശമാകുന്നു ഈ ഫൈനൽ മത്സരം. 4 പന്തുകൾ, വേണ്ടത് 19 റൺസ്. കൃത്യമായ ഫീൽഡിംഗ് ക്യാപ്റ്റൻ അഭിലാഷ്. ഇനി 3 പന്തുകൾ, വേണ്ടത് 18. റിയാസ് തൃശൂർ പൂരത്തിന്റെ നാട്ടിൽ നിന്ന് ഇതാ ഷാർജയുടെ മണ്ണിൽ അത്ഭുതം സൃഷ്ടിക്കുമോ? 6 നേടിക്കൊണ്ട് റിയാസ്. യെസ്, പക്ഷേ ഫീൽഡർ യെസ്, അതെ, ഒരു പക്ഷേ ഇവിടെ ഒരു അത്ഭുതം പിറന്നേക്കാം. ശേഷിക്കുന്നത് 2 പന്തുകൾ, വേണ്ടത് 12 റൺസ്. റിയാസ്. ആവേശമാകുന്നു, ആവേശം. യെസ്, റിയാസ്. പന്ത് ബൗണ്ടറിയിലേക്ക്. ആര് മുന്നേറും? അത്ഭുതം സൃഷ്ടിക്കുമോ? സൂപ്പർ ഓവർ പിറക്കുമോ? അനിശ്ചിതത്വം, ആശ്ചര്യം, ആവേശം, സമ്മർദ്ദം. ഒരു പവർഫുൾ ഷോട്ട്, പക്ഷേ ഫീൽഡർ യെസ്, അവസാന ബോൾ വരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് വിജയമുറപ്പിക്കുന്നു തൃശൂർ ടസ്കേഴ്സ്. ഒരേ ഒരു ചാമ്പ്യന്മാർ. വിക്കറ്റ് വേട്ടയിൽ ഒന്നാമനാറെന്ന് ചോദിച്ചാൽ പറഞ്ഞേക്ക് സുമേഷ് എന്ന അധികായൻ ഓവറുകൾ ബോൾ ചെയ്യാനെത്തിയപ്പോഴെല്ലാം നിർണായക വിക്കറ്റുകൾ നേടിയെടുത്തുകൊണ്ട് എത്രയെത്ര മുഹൂർത്തങ്ങൾ, എത്രയെത്ര ആവേശങ്ങളുടെ നിമിഷങ്ങളാണ് കടന്നുപോയത് ഈ ഫൈനൽ മത്സരത്തിലും. അബ്ബാസ് എന്ന അധികായന്റെ അത്യുജ്വല ബാറ്റിംഗ് എടുത്തു പറയേണ്ടതാണ് ഈ ഫൈനൽ മത്സരത്തിലും. ഈ ടൂർണമെന്റിലുടനീളം അബ്ബാസ് അഭിലാഷ് എന്ന ഓപ്പണിംഗ് ജോഡിയുടെ ബലത്തിൽ തന്നെയാണ് ഈ ഫൈനലിലേക്ക് എത്തിയതും ഈ ഫൈനലിൽ ചാമ്പ്യന്മാരാകുന്നതും. സാംസ്കാരിക നഗരി തൃശൂർ, ആ പൂരത്തിൻ്റെ നാട്ടിൽ നിന്ന് ഈ 5ാം സീസൺ നേടിയെടുക്കുന്നു തൃശൂർ ടസ്കേഴ്സ്. അതെ, ആ നഗരിയുടെ പേരിൽ ഇറങ്ങിയ ടീമു തന്നെ ആ പൊൻകിരീടം കൊണ്ടുപോകുന്നു. ഒരേ ഒരു ചാമ്പ്യന്മാർ തൃശൂർ ടസ്കേഴ്സ്. ആവേശത്തിൻ്റെ ഫൈനൽ മത്സരമായിരുന്നെങ്കിൽ പോലും വളരെ സൗഹാർദ്ദപരം തന്നെയായിരുന്നു ഈ ഫൈനൽ മത്സരം അരങ്ങേറിയത്. തൃശൂർ സൂപ്പർ ലീഗ് സീസൺ 5 അങ്ങനെ നല്ലൊരു പര്യവസാനം. തൃശൂർ ടസ്കേഴ്സ് ചാമ്പ്യന്മാരായിക്കൊണ്ട്